സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. സ്വകാര്യ വ്യക്തി തോട് നികത്തിയതിനാൽ വീടിന് ചുറ്റും വെള്ളത്തിലായി ഒരു കുടുംബം. അഴിയൂർ പഞ്ചായത്തിലെ വാർഡ് 15-ലെ അയ്യട്ടവളപ്പിൽ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ദേവീകൃപയിൽ ജിനീഷിന്റെ വീടാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് തോട് നികത്തിയതിനാൽ വെള്ളക്കെട്ടിലായത്. ജിനീഷ് പക്ഷാഘാതം ബാധിച്ച് കിടപ്പിലാണ്. തോട്ടിലൂടെ ഒഴുകേണ്ട മഴവെള്ളം മുഴുവൻ ജിനീഷിന്റെ വീട്ടുവളപ്പിലേക്കാണ് ഒഴുകിയെത്തുന്നത്. സ്വകാര്യ വ്യക്തി മണ്ണിട്ടതോടെ വീട്ടിൽ വെള്ളം കയറി കുടുംബത്തിന് പുറത്തിറങ്ങാൻ പോലും കഴിയാതായി. തോട് നികത്തിയത് അഴിയൂർ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് പരാതി. അച്ഛനമ്മമാർ നേരത്തെ മരണപ്പെട്ട ജിനീഷിന് ആശ്രയമായുള്ളത് 2 സഹോദരിമാരാണ്. ജിനീഷ് ആകട്ടെ കൈകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലുമാണ്. വീട്ടിൽ വെള്ളം കയറിയതിനാൽ ജിനീഷിന് കഴിഞ്ഞ ദിവസം അപസ്മാരമുണ്ടായപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കുടുംബം കൂടുതൽ ദുരിതത്തിലാവും. അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാവണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വടകര തഹസിൽദാർക്ക് ഇവർ പരാതി നൽകി. ഇതെൻ്റെ അമ്മാവൻ്റെ വീടാണ്. ഞാനിവിടെ അമ്മാവനും അമ്മാവിയും മരണപ്പെട്ട ശേഷം ഇവിടെ ഒരു സ്ട്രോക്ക് ബാധിച്ച അമ്മാവൻ്റെ മകൻ മാത്രമേ ഇവിടെയുള്ളൂ. നേരത്തെ എല്ലാം മഴക്കാലത്ത് ഞങ്ങളിവിടെ ഇങ്ങനെ വരുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വന്നു വെച്ചാൽ മാതൃഭൂമിമനും മനോരമ ദേശാഭിമാനിലൊക്കെ ജിനീഷ് ദേവികൃപ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു. കാരണം നേരത്തെ വന്ന സമയത്തെല്ലാം ഞങ്ങൾ വെള്ളം ഉണ്ടെങ്കിലും 2 ദിവസം വെയിലടിക്കുമ്പോൾ അതങ്ങ് ഒബ്സർവ് ആയി പോകും തനിയെ. പക്ഷെ ഇപ്പോൾ എന്താണ് ഇതിങ്ങനെ വെട്ടം കെട്ടിക്കിടക്കുകയാണ്. എന്താ ബേക്ക് കൊടുത്ത് പുതിയതായിട്ട് റോഡ് വെട്ടുകയാണെന്നുണ്ട് അതിന് ഓവിയാളുന്നില്ല. ഇപ്പം വെള്ളം നമ്മളെ മുറ്റത്തുള്ള വെള്ളവും അപ്പുറത്ത് വരുന്ന വെള്ളമൊന്നും പോകാനുള്ളൊരു സോഴ്സും ഇല്ല. അപ്പോൾ അശാസ്ത്രീയമായ രീതിയിൽ റോഡ് വെട്ടി കൊണ്ടായിരിക്കണം എന്ന് എൻ്റെ നിഗമനം. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഇതിൻ്റെ പരിഹാരം ഇവിടെ രാസമാര രോഗി കഴിഞ്ഞ വർഷം ആസ്മാരെടുത്ത് വീണിട്ട് ഒരു വണ്ടി വരാൻ പോലും ഇവിടെ സംഭവം ഇങ്ങോട്ട് വരുന്നില്ല. വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടു പോകണം. ഇവിടെ നോക്കിയാൽ നമ്മൾ വെള്ളമല്ലേ. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായ പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ ഇതിനുണ്ടാക്കി തരണം. ഇതൊരു രോഗിയുടെ സ്ഥിതിയാണ്.